ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടോപ്പേഴ്സ് ട്രാക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വെൺമണി പ്രസ്ഥാനം അല്ലെങ്കിൽ പച്ച മലയാള പ്രസ്ഥാനത്തെക്കുറിച്ചുള്ളതാണ്. എന്താണ് വെൺമണി പ്രസ്ഥാനം? സാമാന്യ ജനങ്ങൾക്ക് വായിക്കുവാനും രസിക്കുവാനും പര്യാപ്തമായ രീതിയിൽ കാവ്യരചന നടത്തിയ കുഞ്ചൻ നമ്പ്യാർക്ക് ശേഷം വീണ്ടും സംസ്കൃതത്തിന്റെ ആധിപത്യം മലയാള സാഹിത്യത്തിൽ കടന്നു വന്നപ്പോൾ ഈ രീതിക്ക് മാറ്റം വരുത്താൻ വേണ്ടി വെൺമണി കവികളാണ് പരിശ്രമിച്ചത്. സംസ്കൃതത്തിന്റെ ആധിപത്യം മലയാളത്തിൽ നിന്ന് തുടച്ചു മാറ്റാനായിട്ട് സഹായിച്ചത് വെൺമണി കവികളും പച്ച മലയാള കവികളുമാണ്. വെൺമണി പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ തന്നെയായിരുന്നു പച്ച മലയാളത്തിന്റെയും വക്താക്കൾ. അതിനാൽ വെൺമണി കവിതയിൽ നിന്ന് മാത്രമേ പച്ച മലയാളത്തിന്റെ പഠനം ആരംഭിക്കുവാൻ കഴിയൂ. കൊടുങ്ങല്ലൂർ കളരി, കൊടുങ്ങല്ലൂർ ഗുരുകുലം എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന വെൺമണി പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് വിദ്വാൻ ഗോദവർമ്മ ആയിരുന്നു. ഈ കളരി നിലവിലുണ്ടായിരുന്ന സർവകലാശാലകളോട് കിടപിടിക്കുന്നതായിരുന്നു. 1835 തുടങ്ങി 1875 അവസാനിച്ച ഒരു പ്രസ്ഥാനമായി ഉള്ളൂർ അടയാളപ്പെടുത്തുന്നു. അതായത് കാൽപ്പനിക കവിതയുടെ ആരംഭത്തോടെ ഈ പ്രസ്ഥാനം അവസാനിച്ചു. വെൺമണി പ്രസ്ഥാനത്തെ വികസിപ്പിക്കുവാൻ കൊടുങ്ങല്ലൂർ കോവിലകത്തെ കേന്ദ്രമാക്കിയും അല്ലാതെയും ഒട്ടേറെ കവികൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാൻ, നടുവത്തച്ഛൻ നമ്പൂതിരി, മഹൻ നമ്പൂതിരി, ശീവൊള്ളി നാരായണൻ നമ്പൂതിരി, ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ, കണ്ടത്തിൽ വർഗീസ് മാപ്പിള, കൊട്ടാരത്തിൽ ശങ്കുണ്ണി, മൂലൂർ, കുണ്ടൂർ, ഒറവങ്കര തുടങ്ങിയവരാണ് ഈ പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട കവികൾ. തങ്ങളുടെ ചുറ്റുപാടും കണ്ടതും കേട്ടതും സ്വാനുഭൂതിക്ക് വിഷയമായതുമായ കാര്യങ്ങളാണ് ഇക്കൂട്ടർ കവിതയ്ക്ക് വിഷയമാക്കിയിരുന്നത്. നർമ്മബോധവും ഫലിതവും പച്ച ശൃംഗാരവും വിനോദവും വൃത്തബദ്ധതയും ലളിതമായ ഭാഷയും വെൺമണി കവികൾ ഉള്ളടക്കമാക്കി. ഈ കാലഘട്ടത്തിൽ സംസ്കൃത പണ്ഡിതന്മാരും ക്ലാസിക് ഭ്രമത്തിന് ഒരു തിരിച്ചടി എന്നോണം ദ്രാവിഡ പാരമ്പര്യമുള്ള മലയാള പദങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കവിത എഴുതുന്ന രീതി സാഹിത്യത്തിൽ ഉടലെടുക്കുകയുണ്ടായി. അതാണ് പച്ച മലയാള പ്രസ്ഥാനം. തനി മലയാള പദങ്ങൾ കൊണ്ടുള്ള പ്രതിപാദനം, അയത്നവും ലളിതവുമായ ആവിഷ്കരണം, ശ്രുതിമാധുര്യം, അർത്ഥലാളിത്യം തുടങ്ങിയവയാണ് പച്ച മലയാള പ്രസ്ഥാനത്തിന്റെ സവിശേഷതകൾ. CP അച്യുതമേനോനും കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും തമ്മിലുണ്ടായ സംവാദമാണ് പച്ച മലയാളത്തിന് തിരികൊളുത്തിയത്. സംസ്കൃത പദങ്ങളെ പാടെ വർജിച്ച് ചില ഒറ്റ ശ്ലോകങ്ങളോ മറ്റോ ചമയ്ക്കാമെന്നല്ലാതെ ഒരു കാവ്യം മുഴുവനായി ചമയ്ക്കാൻ കഴിയില്ല എന്ന് CPയും, എന്നാൽ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇത് ശരിയല്ലെന്നും ഒരു കാവ്യം മുഴുവനും പച്ച മലയാളത്തിൽ എഴുതാനാവും എന്ന് തമ്പുരാനും വാദിച്ചു. അതിന്റെ പശ്ചാത്തലത്തിൽ നല്ല ഭാഷ എന്ന ആദ്യ പച്ച മലയാള കൃതി പുറത്തു വന്നു. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഈ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായും മാറി. അപ്പോൾ പച്ച മലയാള പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. അക്കാലത്ത് കേരളത്തിൽ പ്രചരിച്ചിരുന്ന മന്ത്രവാദം, ആഭിചാരക്രിയകൾ, കളരിപ്പയറ്റ്, ഒടിവിദ്യ തുടങ്ങിയ ഐതിഹ്യങ്ങളും കെട്ടുകഥകളും ഇവർ വിഷയങ്ങളായി സ്വീകരിച്ചു. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ നല്ല ഭാഷയും ഒടിയുമാണ് ആദ്യ പച്ച മലയാള കൃതികൾ. തുടർന്ന് അങ്ങോട്ടുണ്ടായ കൃതികൾ കുണ്ടൂർ നാരായണ മേനോന്റെ 4 ഭാഷാ കാവ്യങ്ങൾ, അതാണ് കോമപ്പൻ, പാക്കനാർ, കണ്ണൻ, കൊച്ചി ചെറിയ ശക്തൻ തമ്പുരാൻ തുടങ്ങിയവ. പന്തളം കേരളവർമ്മയുടെ തങ്കമ്മ, നാണിക്കുട്ടി തുടങ്ങിയവയും പച്ച മലയാള കൃതികളാണ്. ഉള്ളൂരിന്റെ തങ്കമ്മ 2ാം ഭാഗവും ഒരു നേർച്ചയും പച്ച മലയാള കൃതിയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ അറിവ്, ജാതി ലക്ഷണം എന്നിവയും വെൺമണി മഹന്റെ പൂരപ്രബന്ധവും
ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോന്റെ ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ വധം, ഒരു പതിവ്രതയുടെ കഥ, മദിരാശി കടൽക്കര തുടങ്ങിയവയും പച്ചമലയാള കൃതികളിൽ പെടുന്നു. ഇത്രയുമാണ് പച്ചമലയാള പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുവാനുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. പച്ചമലയാള പ്രസ്ഥാനത്തെക്കുറിച്ച് വളരെയധികം വ്യക്തമായ ഒരു വീഡിയോ ആണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.